ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ കുറേ കാലം ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു വലിയ കാരണമുണ്ട്. അതിൻ്റെ വലിയ കാരണം എന്താ വെക്കുകയാണെങ്കിൽ മടിയാട്ടോ. ഞാൻ വിൻ്റർ വെക്കേഷനിൽ ഓരോ ദിവസവും ഡേ ഇൻ മൈ ലൈഫൊക്കെ ഉള്ള വിചാരിച്ചിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. നല്ല മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ചുന്നി വ്ളോഗാണ്. ഞങ്ങൾ അജ്മാനിൽ പോയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അൽ ഫറൂജ് അൽ ഷാമി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു അജ്മാൻ ബീച്ച് ഉണ്ടായിരുന്നു. അവിടെ കാണാൻ ഫുൾ ബേർഡ്സ് ആയിരുന്നു. നല്ല രസമുള്ള കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഈ ബീച്ചിൽ ചിലർക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ആ വെള്ളം ഭയങ്കര ഡാർക്ക് ബ്ലൂ കളർ വെള്ളമായിരുന്നു. ഒരു ബ്ലാക്ക് കളർ വെള്ളം വരെ ഒരു ബ്ലാക്ക് ഷെയ്ഡായിരുന്നു വെള്ളം. അപ്പോൾ നമുക്ക് ഇറങ്ങാനൊന്നും തോന്നിയില്ല. ഇറങ്ങാൻ പറ്റൂല. ഇവിടെ കാരണം ഫെൻസിങ് ഉണ്ട്. പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ക്ലൈമറ്റും തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു, അങ്ങനെ കുറേ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ബീച്ച് കാണുമ്പോൾ ഓർമ്മ വരുന്ന എന്തൊക്കെയാണെങ്കിൽ, ഞങ്ങൾ പണ്ട് ഞാൻ ചെറിയൊരു 6-7 വയസ്സായപ്പോൾ ഞങ്ങൾ അജ്മാൻ വന്ന് ആൻറ്റിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ഞങ്ങൾ രാത്രി 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും, ഇപ്പോൾ ഞാനും ആൻറ്റിയും ഉമ്മച്ചും താത്തയും കുക്കുതാത്തയും ഫനൂസ്ക്കൊക്കെ എല്ലാവരും കൂടി ഞങ്ങൾ ബീച്ചിൽ വന്ന് മാറ്റൊക്കെ വിരിച്ചിങ്ങനെ കിടന്നു. അന്ന് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ അജ്മാൻ ബീച്ചിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തൊക്കെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാമല്ലോ, ഫുൾ ബോട്ടുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അവിടെ ഫുൾ പൂച്ചയും, അവിടെ ഇങ്ങനെ ആൾക്കാർ പൂച്ചേനും പട്ടിക്കുട്ടിയൊക്കെ നടത്താൻ വന്നപ്പോൾ അവിടെ കുറേ അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ ആ ബേർഡ്സുകളൊക്കെ ആണ് നല്ല രസമാണ്. കുറേ കൂട്ടത്തിലല്ല ബേർഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറക്കണമൊക്കെ കണ്ടാൽ കുറേ നേരം നിന്നു. ഞങ്ങൾ പക്ഷേ രാത്രി ഒന്നും ആയതിന് മുന്നേ തന്നെ പോയി. ബിക്കോസ് അടുത്ത ദിവസം സൺഡേ ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളും ഇപ്പച്ചിക്ക് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പച്ചിക്ക് അത് കഴിഞ്ഞിട്ട് KMCCൻ്റെ ഓഫീസിലൊക്കെ പോകണം, അതിനായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല ഇഷ്ടമായിട്ട് ഓള് വരുന്നത് കരഞ്ഞൊക്കെ ചെയ്ത് അവൾക്ക് വരണ്ടേന്നു. അവൾ കുറേ നേരം നടന്നു പൂച്ചൻ്റെ പിന്നാലെ ഓടി കളിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബേർഡ്സുകളെയും ബീച്ചും അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നലെ ഈ വീഡിയോ ചെറുതായതുകൊണ്ട് ഞങ്ങൾ വേറൊരു ദിവസം അൽരാഹി സിറ്റി സെൻറ്ററിന് മുന്നേ ഒരു വിൻ്റർ കാർണിവൽ ഉണ്ട്, അവിടെ പോയിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അവിടെ കുറേ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പർദ്ദയും മഫ്ത എന്ന് വെച്ചാൽ എൻ്റെ മദ്രസന്ന് എടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പർദ്ദയിലൊക്കെ ഞാനും ആദ്യം കുറേ റൈഡ് കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും താത്തയും കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇഷ്ടം പോലെ കയറി, കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല എൻജോയ്. ഇത് അൽജാഹി സിറ്റിന് മുന്നേ ഒരു വിൻ്റർ കാർണിവലാണ്. അവിടെ ഇങ്ങനെ കുറേ റൈഡുകളും ഒക്കെ ഉണ്ട്. അവിടെ ഒരു മീനിൻ്റെ ആദ്യം അങ്ങോട്ട് തന്നെ ഓടിയിരുന്നു. അതൊരു മീൻ വെള്ളത്തിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിന് പിടിക്കുന്ന ഗെയിമായിരുന്നു അത്. പിന്നെ അതൊക്കെ പിന്നെ പേടിയൊന്നും ഇല്ല, അവൾ എല്ലാ റൈഡിലും കയറും. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കളിച്ചൊക്കെ ചെയ്തു. എന്നെ മദ്രസിന് നേരെ എടുത്താണ്. അപ്പോൾ സാറ്റർഡേ രാത്രിയായിരുന്നു മദ്രസ കഴിഞ്ഞിട്ട് ഇവരൊന്നെ പിക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വന്നു. പിന്നെ കുറേ റൈഡൊന്നും അതൊക്കെ പോകാൻ പറ്റില്ല. അവൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ അവൾ ചെറിയ ഹൈറ്റ് ആയതുകൊണ്ട്, അവൾ കുഞ്ഞ് ബേബി ആയതുകൊണ്ട് അവൾക്ക് ചിലതും പോകാൻ പറ്റില്ല. ചിലതൊക്കെ ഞാനും അതും കൂടി കുറേ കയറി. ഈ റൈഡിൽ ഞാനും താത്തയാണ് കയറിയത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. കുറേ റൈഡുകൾ അവിടെ ഉണ്ട്. ഈ റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ റൈഡിലൊക്കെ കയറിയിരുന്നു. ഇതിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഈ വിൻ്ററിൻ്റെ സമയത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അത് വിൻ്റർ കഴിഞ്ഞ് അത് പൂട്ടും. അപ്പോൾ അതിൻ്റെ സമയത്ത് തുറന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇതിൽ കളിച്ചു, നല്ല ഇഷ്ടപ്പെട്ടു. ആദ്യം ആ സമയത്ത് വേറൊരു റൈഡിനെ നോക്കിയിരിക്കുന്നു. ആദ്യമൊക്കെ ഇതിൽ കയറാൻ പറ്റും. അവൾ ചെറിയ ബേബി ആയതുകൊണ്ട് അവൾക്ക് ഇതിൽ കയറാൻ പറ്റില്ല. പക്ഷേ വേറെ ചെറിയ റൈഡിലൊക്കെ അവൾക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ ആദ്യം ഈ കാറൊക്കെ ഒരു ഷിപ്പ് പോലത്തെ ഇതിൽ കയറ്റി കൊടുത്തു. ഓൾക്ക് ഇങ്ങനത്തെയൊക്കെ നല്ല ഇഷ്ടമാണ്. ഓൾക്കൊരു പേടിയുള്ള എത്ര മണി. പിന്നെ ഈ ഗെയിം കളിച്ചു. ഈ ഗെയിമിൽ ഞാനും താത്തയാണ് കളിച്ചത്. താത്തയാണ് ജയിച്ചത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് രണ്ട് ഒരു കുഞ്ഞു ക്രിസ്മസ് വിലാസ് കിട്ടി, ഒരു മഷ്റൂമും ഒരു പേയും. അതൊക്കെ അത് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. അവൾ അത് പിടിച്ച് ഓടിയിരുന്നു. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതായിട്ട് ഫുൾ കളിച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിനെ വേറെ റൈഡ് കയറിയതിന് ശേഷം ഈ ഒരു പൂപ്പിൻ്റെ ഇപ്പോൾ റൈഡ് കയറ്റിയതിന് ശേഷം ഞങ്ങൾ അതും ഓൾക്ക് പൂപ്പിനെ കണ്ടപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുന്നു. ഓൾക്ക് പിന്നെ റൈഡ് കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് അൽദാഹിയ പ്ലാസ. ഇതിലാണ് ഈ റൈഡുകൾ. ഇതിൽ പിന്നെ ഫുഡുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ദാഹിയ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. സോ ബൈ.